പവിത്രം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തരുണും രാധികയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് കണ്ണു നിറഞ്ഞു നിൽക്കുക. തനിക്കും ഇതുപോലെ ഉണ്ടായിരുന്നു ഒരാൾ, തൻ്റെ വിക്രമിനെ കുറിച്ച് ഓർക്കും തോറും വേദക്ക് കണ്ണു നിറയാ. ഇപ്പോൾ ജയിലിനുള്ളിൽ എന്തെടുക്കുമായിരിക്കും? തൻ്റെ കുഞ്ഞിനെയും ഓർക്കുന്നുണ്ടാവോ? തന്നെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. വേദ ഓരോ ആലോചനയിൽ നിൽക്കുക. എപ്പോഴോ അവൾ മഴങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഈ സമയമാണെങ്കിലോ വിക്രം ഉറക്കത്തിൽ തൻ്റെ അമ്മ തൻ്റെ അരികിലേക്ക് വരുന്ന പോലെ ഒരു സ്വപ്നം കാണുന്നുണ്ട്. പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. അവൻ്റെ അടുത്തിരിക്കുന്ന രാഘവേട്ടൻ ചോദിക്കും, എന്ത് പറ്റി വിക്രം, വല്ല സ്വപ്നം കണ്ടോ? അതെ, അമ്മയ്ക്ക് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. അതൊക്കെ ഒരു ദുസ്വപ്നമായിരിക്കും, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഇന്നലെയല്ലേ അമ്മയും അച്ഛനും കൂടെ നിന്നെ വന്ന് കണ്ടുപോയത്? അത് ഇല്ല, എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അമ്മയ്ക്ക് തീരെ സുഖമില്ല, എനിക്കാകെ പേടിയാവുന്നു രാഘവേട്ട. നീ പേടിക്കേണ്ട വിക്രം, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആശ്വസിച്ച് നിൽക്കുക. ഈ സമയം തന്നെയായിരുന്നു കമലമ്മ ഹോസ്പിറ്റലിലാണ്. വല്ലാതെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന പോലെ തോന്നുമ്പോൾ മാഷി എണീക്കുന്നുണ്ട്. കമലം, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കുമെന്ന് പറയാട്ടോ. അപ്പോഴേക്കും ഡോക്ടർ രാത്രി ആയതുകൊണ്ട് ഡോക്ടർമാരെയൊന്നും അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ സിസ്റ്റർ തീരെ വയ്യ കമലത്തിനെന്ന് പറഞ്ഞ് സിസ്റ്റർ അരികിലേക്ക് വരുന്നുണ്ട്. മുഖത്തെ മാസ്ക് മാറ്റിയപ്പോഴേക്കും കമലം ഈ ഒരു ലോകം വിട്ട് പോയിരുന്നു. ആ സമയം തന്നെയാണ് രാത്രിയാകുമ്പോൾ വേദക്ക് വല്ലാതെ വയറുവേദന എടുക്കുന്ന പോലെ തോന്നാം. അവൾ പുറത്തെ കോറിഡോറിൽ നടക്കുമ്പോഴാണ് അവളെ നേരത്തെ അന്വേഷിച്ച് വന്നവർ ഒരാൾ ആ വരാന്തയിലൂടെ നടക്കുന്നത് കാണുക. വേദ പെട്ടെന്ന് തന്നെ ചുമർ പറ്റി നിൽക്കുന്നുണ്ട്. വേദയെ അവർ കാണുന്നില്ല. ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആ ഒരു ഗുണ്ട അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഇല്ല സാറേ, ഇവിടെ എങ്ങുന്നില്ല. ഹോസ്പിറ്റൽ ഹിസ്റ്ററിയിൽ വേദ എന്ന് പറഞ്ഞപ്പെടുന്ന ഒരു പെണ്ണ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടില്ല. എന്തായാലും ഒന്നും കൂടി നോക്ക്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഹോസ്പിറ്റലിലും ഗൈനക്കോളജി വിഭാഗത്തിലെല്ലാം വേദയെ നോക്കണം. അവൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൽക്കാലം വേദ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ തരുണിൻ്റെ അമ്മ വേദയെ അവിടെ ഒന്നും കാണാതാവുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവുക. ആ സമയം തന്നെ വേദയെ കാണുന്നുണ്ട്. എവിടേക്കാ മോളെ, ഇവിടെ ഒന്നും ഇറങ്ങി നടക്കേണ്ടെന്ന് പറഞ്ഞതല്ലേ? അവന്മാരുടെ കണ്ണിൽപ്പെട്ടാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? അതെ, അവർ ഈ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. അതെ, എന്തായാലും അവർ ഹോസ്പിറ്റലിൽ വിടാൻ സാധ്യതയുണ്ട്. റെക്കോർഡ്സിലൊന്നും നിന്റെ പേരില്ലല്ലോ. അങ്ങനെ അവളെയും കൂട്ടി റൂമിലേക്ക് പോകുന്നുണ്ട്. തരുണിനോട് വേദിയുടെ കാര്യം പറയണം, തൽക്കാലം ഇപ്പോൾ വേണ്ട എന്ന് തന്നെ അവർ ചിന്തിക്കുക. അങ്ങനെ ഒന്നുറങ്ങിയതിന് ശേഷം വല്ലാതെ വേദന കൊണ്ട് പുളയുന്നുണ്ട് വേദ. ആ സമയം തന്നെ തരുണിൻ്റെയും അമ്മ രാധികയെല്ലാം എണീക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ, എന്ത് സുഖമില്ലേ? അവരപ്പം തന്നെ സിസ്റ്റർമാരെ വിവരം അറിയിക്കുന്നുണ്ട്. വേദിയെ അവർ ലേബർ റൂമിലേക്ക് മാറ്റിയാണ്. ഈ സമയമാണെങ്കിലോ കമലാമ്മയും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ആ ഒരു സമയമായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വേദന കൊണ്ട് വേദ മറ്റ് ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത് കമലാമ്മ വേദന കൊണ്ട് അവിടെ പുളയുന്നുണ്ടാവും. അവർ ഈ ലോകത്തിൽ തന്നെ വിട പറയാണ്, മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവിടെ സിസേറിയനെല്ലാം കഴിയാട്ടോ. വേദയുടെ കുഞ്ഞു ജനിച്ചു, പെൺകുഞ്ഞ് എന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് വേദ വിക്രമിനെ കുറിച്ച് ചിന്തിക്കാണ്. ഈ സമയം വിക്രമാണെങ്കിലോ തൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു വല്ലാതെ ആദി. അങ്ങനെയാണ് ഒരു പോലീസുകാരൻ വന്ന് വിക്രമിനോട് വിവരം പറയുന്നത്. നിന്റെ അമ്മ ഈ ലോകത്ത് നിന്ന് പോയി, ചടങ്ങുകൾക്ക് വേണ്ടി നിന്നെ തൽക്കാലത്തേക്ക് ജാമ്യത്തിൽ ഇറക്കാൻ തന്നെയാണ്, പരോൾ തരാനാണ് തങ്ങളുടെ തീരുമാനം. അങ്ങനെ പോലീസിൻ്റെ വാക്കുകൾ കേട്ടതും വിക്രം പൊട്ടിക്കരയുന്നുണ്ട്. ഇന്നലെ തൻ്റെ അമ്മ തൻ്റെ അരികിൽ വന്നതും അവൻ ഓർത്ത് വിങ്ങിക്കരയാ. ഇനി ലോകത്ത് തന്നെ സ്നേഹിക്കുന്ന അമ്മ എപ്പോഴും ഇല്ലല്ലോ എന്നോർത്ത് വിക്രമിനത് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമായിരുന്നു. അങ്ങനെ വിക്രം തൻ്റെ അമ്മയുടെ ചടങ്ങുകൾക്കായിട്ടും സംസ്കാരത്തിനായിട്ടും ഒറ്റ ദിവസത്തെ പെരോളിന് ഇറങ്ങാണ്. അങ്ങനെ പരോൾ കഴിഞ്ഞ് വന്ന വിക്രമിനെ ശ്രീകാന്ത് പറഞ്ഞ പ്രകാരം ആ ഗുണ്ടകൾ അവിടെ വെച്ച് വിക്രമിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ വിക്രമിന് അങ്ങനെ മരിക്കാൻ പറ്റുമോ? വേദിയെയും തൻ്റെ കുഞ്ഞിനെയും കാണാതെ വിക്രമിന് ഒരിക്കലും ഈ ലോകം വിട്ടു പോവാൻ കഴിയില്ല. അങ്ങനെ വിക്രമിനെ ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ. വിക്രമ് അവിടുന്ന് പൊരുതിക്കഴിഞ്ഞാൽ ഒരിക്കലും അവനക്ക് അവിടുന്ന് രക്ഷയില്ലെന്ന് അറിയാവുകൊണ്ട് അവൻ ക്ഷമിക്കാണ്. പോലീസുകാരുടെ ഇടപെടൽ കൊണ്ട് തന്നെ വിക്രം തൽക്കാലമായി രക്ഷിക്കുന്നുണ്ട്. ഈ സമയം തന്നെ വേദിയെ
വീണ്ടും അന്വേഷിച്ച് ആ ഗുണ്ടകൾ നടക്കുമ്പോഴാണ് വേദയും കുഞ്ഞും ഹോസ്പിറ്റലിലുള്ള കാര്യം ആ ഒരു ഗുണ്ടയുടെ കണ്ണിൽ പെടുന്നത്. ശ്രീകാന്തിനെ വിളിച്ച് പറയും, സാർ നിങ്ങളുടെ പെങ്ങൾ പ്രസവിച്ചു, കുഞ്ഞുമായിട്ടിപ്പോൾ ഹോസ്പിറ്റലുണ്ട്, അവനെ ആ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ആ കുഞ്ഞ് എൻ്റെ കയ്യിലെത്തണം. അങ്ങനെ വേദയില്ലാത്ത സമയം നോക്കി ആ കുഞ്ഞുമായിട്ട് കടന്നു കളയാൻ ഒരു ഗുണ്ട പമ്മി പതുങ്ങി അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഡിസ്ചാർജ് ആയിട്ടുണ്ടാവും ഈ സമയം രാധികയും തരുണും അവരുടെ അമ്മയൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ അമ്മ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് തരുൺ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ മടങ്ങി വരായിരിക്കും വേദയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി. അപ്പോഴാണ് വേദയുടെ കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് പോകുന്ന ഗുണ്ടയെ കാണുന്നത്. അയാൾ പിടിച്ചു നിർത്തുന്നുണ്ട്. ഏതാ ഈ കുഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും അയാളെ തടഞ്ഞു നിർത്തി. തരുൺ ആ കുഞ്ഞിനെ പിടിച്ചു വാങ്ങുന്നുണ്ട്. അയാളെ കിട്ടിയില്ല. ആ സമയം വേദ അലറിക്കരഞ്ഞോണ്ട് ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. തൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, എവിടെ ആയിരുന്നു ഇയാളെ കുഞ്ഞിനെ, എന്തിനാ അവർ കടത്തിക്കൊണ്ടു പോകാൻ നോക്കുന്നത്? അമ്മ എല്ലാ കഥകളും എന്നോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ സേഫല്ല. അങ്ങനെ വേദയും കൊണ്ട് തരുൺ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത്. താൻ എൻ്റെ ഏട്ടനായിട്ട് കണ്ടാൽ മതി, എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും. തൻ്റെ ഭർത്താവിനെ എത്രയും പെട്ടെന്ന് ആരാണ് യഥാർത്ഥ കൊലയാളെന്ന് മനസ്സിലാക്കി ജയിലിൽ നിന്നിറങ്ങാൻ ഞാൻ നിന്നെ സഹായിക്കും. എനിക്ക് തരുണും കുടുംബവും വലിയ ആശ്വാസമായിരുന്നു. എന്നാലും നാട്ടിൽ അമ്മ മരിച്ചതോ മറ്റൊന്നും വേദ അറിയുന്നില്ല. തൻ്റെ കുഞ്ഞിനോടൊപ്പം അവൾ സമയം ചിലവഴിച്ചു. അപ്പോഴാണ് തരുൺ നാട്ടിൽ പോയി വരുമ്പോൾ വളരെ വിഷകരമായ ആ വാർത്ത വേദയോട് പറയാ. വേദയുടെ വിക്രമിൻ്റെ അമ്മ മരിച്ചെന്ന കാര്യം കേട്ടതോ വേദയ്ക്ക് തനിക്ക് ആ സ്നേഹം നഷ്ടപ്പെട്ടല്ലോർത്ത് സങ്കടം സഹിക്കാനാവുന്നില്ല കേട്ടോ. അങ്ങനെ വേദ ആ കുഞ്ഞിനെ പ്രസവിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം വിക്രം ആ ജയിലിൽ നിന്നിറങ്ങുന്ന സമയം ആ കുഞ്ഞിനെ കൈപിടിച്ച് വേദ അവിടേക്ക് വരുന്ന ആ രംഗങ്ങളെല്ലാം നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.